ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ടോപ്പിക്ക് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് വളരെ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു അസുഖമാണ് ബ്ലഡ് പ്രഷർ. അപ്പോൾ ഇങ്ങനെയുള്ള ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. അതായത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റില്ലാത്ത കാര്യങ്ങൾ എന്താണ്, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ആൾക്കാർക്കുണ്ട്. അപ്പോൾ അതിൽ ലൈംഗികപരമായ കാര്യങ്ങളിലും അവർക്ക് അത്തരത്തിലുള്ള സംശയങ്ങളുണ്ട്. അപ്പോൾ അതിലൊന്നാണ് BP ഉള്ളവർ സ്വയം ഭോഗം ചെയ്യാമോ ഇല്ലയോ എന്നുള്ളത്. സ്വയം ഭോഗം തെറ്റായ ഒരു പ്രവൃത്തിയാണെന്ന ധാരണ പലർക്കുമുണ്ടെങ്കിലും ഇത് തെറ്റാണെന്ന് പറയാനാകില്ല. സ്ത്രീയാണെങ്കിലും പുരുഷനെങ്കിലും സ്വയമേ നേടുന്ന ഈ ലൈംഗിക സുഖത്തിന് ആരോഗ്യപരമായ ഗുണങ്ങളുമുണ്ട്. സ്വയം ഭോഗം അനാരോഗ്യകരമായും ആരോഗ്യകരമായിട്ടും ചെയ്യാം. അനാരോഗ്യകരമായി ചെയ്യുന്നതിന് അനാരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടാകും. അതേപോലും ആരോഗ്യപരമായി ചെയ്യുന്നത് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാനായിട്ട് സാധ്യതയില്ല. പലർക്കും ഭോഗത്തെക്കുറിച്ചും സെക്സിനെക്കുറിച്ചുമെല്ലാം പല ആശങ്കകളുമുണ്ട്. ഇതിലൊന്ന്, ചില പ്രത്യേക ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് സ്വയം ഭോഗം ദോഷകരമാകുമോ അല്ലെങ്കിൽ ഇത് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വരുത്തി വയ്ക്കുമോ എന്നുള്ളതല്ല. ഉദാഹരണമായിട്ട് BPയും സ്വയംഭോഗവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പല ധാരണകളുമുണ്ട്. സ്വയംഭോഗം BPക്ക് കാരണമാകുമോ, BP ഉള്ളവർക്ക് ഇത് ദോഷം വരുത്തുമോ തുടങ്ങിയ പലതും ഇതിൽ പെടുന്നു. BP എപ്രകാരം സ്വയംഭോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാൽ അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് വാസ്തവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. സ്വയംഭോഗം BPക്ക് കാരണമാകുന്നില്ല, എന്നാൽ ഇതേ തുടർന്നുള്ള സ്ഖലന സമയത്തോ ഓർഗാസ സമയത്തോ BP കൂടാനായിട്ട് സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും BPയുടെ പ്രശ്നങ്ങളൊക്കെ ധാരാളമായിട്ട് ഉള്ളവർക്ക്. ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്ക് സ്വയംഭോഗ സമയത്തോ സെക്സിന് ശേഷമുള്ള സ്ഖലന അല്ലെങ്കിൽ ഓർഗാസ സമയത്തോ BP അമിതമാകാനും ഇത് ചിലപ്പോൾ കാർഡിയാക് സ്ട്രോക്ക് പ്രശ്നങ്ങളിലേക്കൊക്കെ എത്താനുള്ള സാധ്യത ഏറെയാണ്. എന്നാൽ ഇത് ഹൈപ്പർ ടെൻഷൻ അഥവാ ഹൈ BP ഉള്ളവർ സെക്സിൽ നിന്നോ സ്വയംഭോഗത്തിൽ നിന്നോ ഒഴിഞ്ഞു മാറണം എന്നല്ല സൂചിപ്പിക്കുന്നത്. BP മരുന്നുകളാൽ നിയന്ത്രിക്കപ്പെടുമെങ്കിൽ ഇതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. എല്ലാവരിലും, അതായത് BP പ്രശ്നങ്ങളിൽ ഉള്ളവരുടെ ഇടയിലും ഇല്ലാത്തവരുടെ ഇടയിലും എല്ലാം സ്വയംഭോഗം, സെക്സ് എന്നിവ BP നേരിയ തോതിൽ ഉയരാനായിട്ടുള്ള സാധ്യതയുണ്ട്. സ്ഖലന ശേഷമാണ് ഇത് സാധാരണയായിട്ട് ഉണ്ടാകുന്നത്. സ്വയംഭോഗം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സെക്സിൻ്റെ സമയത്ത് അഡ്രിനൽ ഗ്ലാൻഡുകൾ എപ്പിനെഫ്രിൻ, നോർ എപ്പിനെഫ്രിൻ എന്നീ ഹോർമോൺസ് പുറപ്പെടുവിക്കുന്നു. ഈ ഹോർമോണുകൾ സ്ട്രെസ് സമയത്ത് പുറപ്പെടുവിക്കുന്ന ഹോർമോൺസാണ്. ഇതാണ് BP കൂടാനായിട്ട് ആ സമയങ്ങളിൽ കാരണമാകുന്നത്. ഇത് സ്ത്രീകളിലും പുരുഷന്മാരിലും സംഭവിക്കുന്ന പ്രക്രിയയാണ്. സ്ഖലനം അഥവാ ഓർഗാസം കഴിഞ്ഞതിന് ശേഷം 10 മിനിറ്റ് കഴിഞ്ഞാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.